നമുക്കെല്ലാവർക്കും പയ്യന്നൂരിനെ അറിയാം. ഇത് നമ്മുടെ ധീരരായ രക്തസാക്ഷികളുടെ നാടാണ്. ഈ മണ്ണ് വെറുതെയല്ല കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ ഇടതുപക്ഷ കോട്ടയായി മാറിയത്. ഒരുപാട് സമയത്ത് നമ്മൾ പല പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. ആ പ്രതിസന്ധികളിലൊന്നും ഇവിടുത്തെ പ്രസ്ഥാനം ഉലഞ്ഞിട്ടില്ല. പാറ പോലെ ഉറച്ചു നിന്നിട്ടുണ്ട്. എല്ലാ ഘട്ടത്തിലും പ്രസ്ഥാനത്തോടൊപ്പം നിന്നിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ കേരളമാരും ജനങ്ങളും എന്നതാണ് പ്രത്യേകത. ആ മണ്ണിൽ ആരെതിരായിട്ട് വന്നാലും ഒരു ചുക്കും സംഭവിക്കില്ല എന്നുള്ളത് തന്നെയാണ് കാണേണ്ടത്. ജനങ്ങളെ ഞങ്ങൾ പൂർണ്ണ വിശ്വാസത്തിലെടുത്തു. ജനങ്ങളോടൊപ്പമാണ് ഞങ്ങൾ സഞ്ചരിച്ചത്. ജനങ്ങൾ ഞങ്ങളെയും വിശ്വസിച്ചു എല്ലാ കാര്യത്തിലും. നേരത്തെ മുതൽ നമ്മുടെ നാട് നേടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജനങ്ങളൊപ്പം ഉണ്ടായിട്ടുണ്ട്. അത് ഈ നാടിൻ്റെ ഒരുമയുടെയും ഐക്യത്തിൻ്റെയും ഭാഗമാണ്. നാടും ജനങ്ങളും നല്ല ഒരുമയോടെ ഐക്യത്തോടെ വർത്തിക്കുന്നു. നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത തന്നെ അതാണ്. എല്ലാവരെയും ഒരുമയോടെ നിർത്താൻ നമുക്ക് കഴിയുന്നു. ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ എല്ലാവരും സോദരന്മാരായി കഴിയുന്ന നാടാണ് കേരളം. അതാണ് LDF ഈ കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ ഒരു തരത്തിലുള്ള വർഗീയ സംഘർഷമോ വർഗീയ കലാപമോ ഇല്ല. നാട് ശാന്തം. ഇതുപോലെ സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്ന വേറൊരിടം ഇന്ത്യയിലുണ്ടോ? കേരളത്തിന് പുറത്തുള്ളവർ കേരളത്തിൽ വന്ന് ജീവിക്കാൻ കൊതിക്കുകയില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനൊരു മാറ്റം വന്നത്? നമ്മുടെ നാട്ടിലുള്ള വർഗീയ ശക്തികൾ ഏതെങ്കിലും തരത്തിൽ വർഗീയ സംഘർഷമുണ്ടാക്കാൻ പുറപ്പെട്ടാൽ മുഖം നോക്കാതെ കർക്കശ നടപടി സ്വീകരിക്കും. ഒരു വർഗീയതയുമായും LDF ചാരി നിൽക്കുന്നില്ല. അതിൻ്റെ ഭാഗമായല്ലേ ഇത്തരമൊരു നിലയുണ്ടായത്? ഇത് നാടിൻ്റെ യശസ് വലിയ തോതിൽ വർദ്ധിപ്പിച്ചതല്ലേ? നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വലിയ തോതിൽ വഴിവെക്കുകയല്ലേ? ഇപ്പോൾ നിക്ഷേപത്തിന് ഏറ്റവും പറ്റിയ നാട് കേരളമാണ് എന്ന തരത്തിലേക്ക് മാറിക്കഴിഞ്ഞില്ലേ? ചുരുക്കത്തിൽ ആധുനിക ലോകത്തിന് നേടാൻ കഴിയുന്ന വികസന പന്ഥാവിൽ നമ്മൾ എത്തി നിൽക്കുന്നു. ഇനി ഇവിടുന്ന് മുന്നോട്ട് പോകണം. വികസിത കേരളമായി മാറണം. നാം നേരത്തെ പറയുന്ന നവകേരളത്തിലേക്ക് നമുക്ക് കുതിക്കാനാവണം. ഈ യാത്രയിൽ ജനങ്ങളെയാണ് ഞങ്ങൾ വിശ്വസിച്ചത്. ജനങ്ങൾ പൂർണ്ണമായി ഞങ്ങളോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. ജനങ്ങളുടെ പിന്തുണ എല്ലാ ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ആ ജനങ്ങൾ ഒന്നിച്ചു നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെയും ഞങ്ങൾ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു സംശയവുമില്ല, LDF വലിയ തോതിൽ ഭൂരിപക്ഷം നേടും എന്നുള്ളതാണ് ഇന്നത്തെ നില. പയ്യന്നൂരിനെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ? നമുക്കെല്ലാവർക്കും പയ്യന്നൂരിനെ അറിയാം. ഇത് നമ്മുടെ ധീരരായ രക്തസാക്ഷികളുടെ നാടാണ്. നമ്മളെല്ലാം വലിയ തോതിൽ സ്മരിക്കുന്ന, ആവേശം കൊള്ളുന്ന ഒരുപാട് രക്തസാക്ഷികൾ, കരിവള്ളൂർ രക്തസാക്ഷികളടക്കമുള്ള നമ്മുടെ നാടിൻ്റെ കോറവും എല്ലാ സ്ഥലങ്ങളിലുമുള്ള പേരളം, എല്ലാ രക്തസാക്ഷികൾ നമ്മുടെ സ്മരണയിൽ ഉയർന്നു വരികയാണ്. ആ മണ്ണാണിത്. ഈ മണ്ണ് വെറുതെയല്ല കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ ഇടതുപക്ഷ കോട്ടയായി മാറിയത്. ഇതിൻ്റെ നായകരെ ഓർത്തു നോക്കൂ. ഏതെല്ലാം മഹാരഥന്മാരാണ്! AVയെ പോലുള്ള, ഷേണായിയെ പോലുള്ള, കുഞ്ഞിരാമാട്ടിനെ പോലുള്ള എത്രയെത്ര മഹാരഥന്മാരാണ് ഇവിടെ നേതൃത്വം കൊടുത്തത്. കണ്ണൻ നായരെ പോലുള്ള അവരുടെയെല്ലാം നേതൃത്വം അനുഭവിച്ച ഒരു പ്രസ്ഥാനമാണിവിടെ. അവരുടെയെല്ലാം നേതൃത്വത്തിൽ വളർന്നു വന്ന ഒരു പ്രസ്ഥാനമാണിവിടെ. അവർ കാണിക്കുന്ന കണിശത എത്രമാത്രം വലുതായിരുന്നു! സാധാരണ കുഞ്ഞിരാമാട്ടിനെ പറ്റി പറയുന്നൊരു തമാശ തന്നെയുണ്ട്. ഒരു ചെറിയ കാശ് ബാക്കിയുണ്ടെങ്കിൽ അതിനു വേണ്ടി ഒരു കാർഡ് അയക്കുമെന്ന്. കാർഡിൻ്റെ വിലേൻ്റെ അത്ര ഇല്ല ഇവിടെ കിട്ടേണ്ട കാശ്. അത്ര കണിശത പാലിക്കുന്ന നേതാക്കന്മാരിവിടെ ഉണ്ടായ സ്ഥലമാണിത്. അവരുടെ മാതൃക പിൻപറ്റിക്കൊണ്ടാണ് ഈ
പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിച്ചു വന്നു. പിന്നീട് വന്നവരെല്ലാം ആ വഴിക്കാണ് വന്നത്. CP നാരായണനായാലും T ഗോവിന്ദനായാലും ഇപ്പോഴുള്ളവരായാലും എല്ലാം ആ വഴിക്കാണ് പ്രവർത്തിച്ചു വന്നത്. അവരുടെ എല്ലാം പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള കരുത്ത് ഇവിടുത്തെ പ്രസ്ഥാനത്തിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രസ്ഥാനത്തെ ഏതെങ്കിലും തരത്തിൽ പോറലേൽപ്പിക്കാൻ ഒരു ഘട്ടത്തിലും ആർക്കും കഴിഞ്ഞിട്ടില്ല. ഒരുപാട് സമയത്ത് നമ്മൾ പല പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. ആ പ്രതിസന്ധികളിലൊന്നും ഇവിടുത്തെ പ്രസ്ഥാനം ഉലഞ്ഞിട്ടില്ല. പാറ പോലെ ഉറച്ചു നിന്നിട്ടുണ്ട്. എല്ലാ ഘട്ടത്തിലും പ്രസ്ഥാനത്തോടൊപ്പം നിന്നിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ കേഡർമാരും ജനങ്ങളും എന്നതാണ് പ്രത്യേകത. ജനങ്ങൾ കേഡർമാരെക്കാളും കൂടുതൽ ആവേശം കാണിക്കുന്നവരാണ്, കൂടുതൽ അർപ്പണബോധം കാണിക്കുന്നവരാണ്. ആ മണ്ണിൽ ആരെതിരായിട്ട് വന്നാലും ഒരു ചുക്കും സംഭവിക്കില്ല എന്നുള്ളത് തന്നെയാണ് കാണേണ്ടത്. ഇവിടെ നല്ല തിളക്കമാർന്ന വിജയം LDF നേടുക തന്നെ ചെയ്യും. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഇത് പവിത്രമായ മണ്ണാണ്, ചരിത്രമുറങ്ങുന്ന മണ്ണാണ്. ഈ മണ്ണിൻ്റെ പവിത്രതയെ കളങ്കപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും അത് നടക്കുന്ന കാര്യമല്ല. ആ പവിത്രത എപ്പോഴും ഉയർന്നു നിൽക്കും. അതിനെ ഉയർത്തിപ്പിടിക്കുക. സഖാവ് TI മസൂദ് തന്നെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് വീണ്ടും അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം.